വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്സസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ +2 ഫിസിക്സിൽ 8 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിൽ. ആ 8 ചാപ്റ്ററുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. നമ്മൾ ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പല ആളുകൾക്കും ഫിസിക്സിനോട് ദേഷ്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു സാധനമാണ്. കറണ്ട് അങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അതിലൂടെ പോകുന്നു, ഇലക്ട്രിക് ഫീൽഡ് താഴോട്ട് പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഫിസിക്സിൽ മേലോട്ട് എടുപ്പിക്കുന്നത് ഈ ഒരു പല ആളുകൾക്കും ഭയങ്കര പ്രശ്നമുള്ള ഒരു ഭാഗമാണെന്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, +2 മുഴുവൻ ചാപ്റ്ററിലും പഠിക്കാനുള്ളത് ഈ സാധനമാണ്. കറണ്ടിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ, ഫ്ലക്സ്, അങ്ങനെ തുടങ്ങി പല ആളുകൾക്കും ഫിസിക്സിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു സാധനമാണ്. ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും, ഭൂരിഭാഗം മെജോറിറ്റി ആളുകളും വലിയ ഒരു താല്പര്യത്തോടെ പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് +2 ഫിസിക്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും. പക്ഷെ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററുകളിലെല്ലാം വരുന്ന അടിസ്ഥാനപരമായ കൺസെപ്റ്റാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, രണ്ട് ഇലക്ട്രോ ഡൈനാമിക്സ്. നിങ്ങൾ നോക്ക്, സ്റ്റാറ്റിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? റെസ്റ്റിലാണെന്നാണ്, സ്റ്റേഷനറി ആണ്. ഡൈനാമിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മോഷൻ എന്നാണ്. അപ്പൊ ഇലക്ട്രിക് ചാർജുകൾ മൂവ്മെന്റിലാണ്. ആ മൂവ്മെന്റിലായ ഇലക്ട്രിക് ചാർജുകളുടെ പ്രോപ്പർട്ടി, അവരുടെ കാര്യങ്ങൾ, ഫീൽഡ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്. എന്നാൽ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി പഠിക്കുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഇപ്പം +2 ഫിസിക്സിലെ 1, 2 ചാപ്റ്ററുകൾ ഇതാ ഇലക്ട്രോ സ്റ്റാറ്റിക്സിൽ വരുന്നതാ. 3 മുതൽ 8 വരെ അതാണ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ്. 3 to 8 ചാപ്റ്ററുകൾ കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഏതെങ്കിലും കറണ്ടോ മാഗ്നറ്റിസോ ഇല്ലാത്തതുണ്ടോ? ഇല്ലല്ലോ, എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അപ്പൊ അത് 3 മുതൽ 8 വരെയുള്ള ചാപ്റ്ററുകളാണ്. റെസ്റ്റിലല്ല, മോഷനിലാണ് ചാർജ്. ഇവിടെ ചാർജ് റെസ്റ്റിലാണ്. അപ്പൊ ഏത് ചാപ്റ്ററിലും ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്നുള്ള ചോദ്യത്തിന് വളരെ രസകരമായി മറുപടി പറയാം. അപ്പൊ നമ്മുടെ പ്രപഞ്ചം, നാച്ചർ, പ്രപഞ്ചത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്ന സാധനവുമായി കമ്പയർ ചെയ്താണ് നമ്മൾ എന്നും ചിന്തിക്കുക. അപ്പൊ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, വലിയൊരു കിണറ്, അതിനകത്ത് ഭയങ്കര ഇരുട്ടാണ്, മനസ്സിലായില്ലേ? കാരണം ഒരു ഹോളായിട്ട് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഹോൾ എന്ന് പറയുന്നത് ഒരു കിണറാ, മനസ്സിലായില്ലേ? ബ്ലാക്ക് ഹോൾ അങ്ങനെ ഒരു ടൈപ്പ് അല്ലല്ലോ. നമ്മൾ കൂടുതൽ ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ കാണാത്തതിനെ കുറിച്ച് കണ്ടത് വെച്ച് ഇമാജിൻ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെയാണ് ഈ ചാർജ് എന്ന് പറഞ്ഞ സാധനവും. ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോളൊക്കെ പോലെ, ചാർജ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നു അല്ലെ? ചാർജ് എന്തോ ഒരു പ്രത്യേകമായ സാധനമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ എന്നാൽ അങ്ങനല്ല. ചാർജിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ചാർജ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ആ വാചകം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ആവൂല. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രപഞ്ചത്തിലാകെ കണ്ടമാനം വസ്തുക്കളുണ്ട്, ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ മലപ്പുറം ഭാഷയിലെ കണ്ടമാനം അല്ലെ, ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട് പ്രപഞ്ചത്തില്. ആ വസ്തുക്കളെ രണ്ടായിട്ട് തിരിക്കാം, ഒന്നുകിൽ മാറ്റർ അല്ലെങ്കിൽ റേഡിയേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒന്നുകിൽ മാറ്റർ അല്ലെങ്കിൽ റേഡിയേഷൻ. അപ്പൊ ഞാൻ എന്താ, മാറ്റർ റേഡിയേഷനാ? മാറ്ററാണ് അല്ലേ? എന്നെ നിങ്ങൾ കാണുന്ന ഈ ലൈറ്റോ, അത് റേഡിയേഷനാ. ലോകത്ത് എന്ത് സാധനം പറഞ്ഞാലും രണ്ടായിട്ട് തിരിക്കാം, ഒന്നുകിൽ അത് മാറ്റർ ആയിരിക്കും അല്ലെങ്കിൽ അത് റേഡിയേഷൻ ആയിരിക്കും. കാലങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ വന്നിട്ട് പറഞ്ഞു ഇത് രണ്ടും ഒന്നാണ്, ഡുവൽ നാച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവം. ഇലക്ട്രോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലയിൽ വരെ എന്താ, ഇലക്ട്രോൺ ഒരു ഉണ്ടയാണ് അല്ലെ? നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടയായിട്ട് നമ്മൾ വിചാരിക്കുക. ആ ഇലക്ട്രോൺ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഒരു ഉണ്ട ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന ചിത്രമാണ് നമ്മളെ മനസ്സ് വരിക. പക്ഷെ അങ്ങനല്ല.
ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് പോകുന്നതെന്നാണ് കുറെ ഈ മോഡേൺ ഫിസിക്സിൽ കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോകുന്ന പോലെയാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ ഞാനത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഏതായിരുന്നാലും ഐൻസ്റ്റീൻ വന്നിട്ട് പറഞ്ഞു മാറ്ററും റേഡിയേഷനും സമമാണ്, ഈക്വൽ ആണ്. അത് ആധുനിക കാലത്തെ പഠനമാണ്. നമ്മൾ ആദ്യം നാച്ചുറൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാറ്ററും റേഡിയേഷനും ആണ്. പിൽക്കാലത്ത് ഇത് രണ്ടും ഒന്നാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒന്നാണെന്ന് പറഞ്ഞാൽ രണ്ടും എനർജിയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, രണ്ടും എനർജിയാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എനർജിയാ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ മാറ്ററാണ്, ഞാൻ എനർജിയാണ്. ലൈറ്റ് എനർജിയാണ്. ലോകത്ത് പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ എൻ്റയർ യൂണിവേഴ്സിലെ എന്ത് സാധനങ്ങളും എന്താണ്? എനർജിയാണ്. അതിലേക്ക് അങ്ങോട്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. മാറ്റർ, ഈ മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പറയാം, നിങ്ങൾ സമ്മതിക്കണം. മാസ് ആലോചിച്ച് നോക്ക്. മാസ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. തൽക്കാലം റേഡിയേഷനെ കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല കേട്ടോ. മാസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മാറ്ററിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, മാസ്. ഈ പ്രോപ്പർട്ടി എങ്ങനെ വന്നതെന്ന് അറിയോ? ഞാൻ വിശദീകരിക്കുക. നിങ്ങൾ നോക്ക്, ഈ പേന താഴേക്ക് ഇട്ട് കയ്യിൽ വന്ന് വീണില്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എനർജി ആണല്ലോ മാറ്റർ. എനർജി ആണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇവിടെ ഞാൻ ഇൻക്ലൂഡഡ് ആയ ഫോഴ്സ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് മാസ് ഉള്ളത് കൊണ്ട് ഈ സാധനം കയ്യിൽ വീഴാൻ കാരണമായത്. അല്ലെങ്കിൽ മോൾക്ക് പോണ്ടേ? ഇല്ലല്ലോ, ഇയാളെ വലിച്ച് താഴെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നു. അത് ഈ മാറ്ററിന് മാസ് എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മാറ്ററിന് മാസ് എന്ന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് കൂടുതൽ കടന്ന് കളിക്കേണ്ടതില്ല. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ്, നമ്മുടെ ചാപ്റ്ററിലേക്കുള്ള ലിങ്ക് അവിടെയാണ്. എന്റെ കയ്യിൽ ധാരാളം പേപ്പർ കഷ്ണങ്ങളുണ്ട്, ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ. ചെറിയ ക്ലാസ്സിൽ ചെയ്തൊരു എക്സ്പെരിമെന്റാ, ഭയങ്കര നാടകീയമായിട്ട് പറയുന്നൊന്നുമില്ല, കേട്ടോ നോക്ക്. ഞാനൊരു ഈ പേന എടുത്തിട്ട് ഈ പേപ്പർ കഷ്ണങ്ങൾ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഈ പേപ്പർ കഷ്ണങ്ങൾ പേനയിൽ ഒട്ടിപ്പിടിക്കുകയോ? ഇല്ല. എന്നാൽ ഞാൻ തലയിൽ ഈ പേന നല്ലോണം റബ്ബ് ചെയ്ത് എന്നിട്ട് കൊണ്ടുവന്ന് വെച്ച് നല്ല റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ പാറി പിടിക്കുന്ന കാണാം. അപ്പൊ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി ഇല്ലേ? പേപ്പർ കഷ്ണങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണല്ലോ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഞാൻ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്നാണ്. ഇലക്ട്രിക്കൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുകൊണ്ട് ആക്ട് ചെയ്തിരുന്നത്? മാറ്ററിന്റെ മാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് സയന്റിസ്റ്റുകൾ ചിന്തിച്ചു. അപ്പോഴാണ് മാസിന്റെ, മാറ്ററിന്റെ മറ്റൊരു പ്രോപ്പർട്ടി അവർ കണ്ടെത്തിയത്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ചാർജ് ആണ് കൺസെപ്റ്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസ് ഉള്ളത് കൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായി. എന്നാൽ പേപ്പറിലേക്ക് പേന റബ്ബ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പേപ്പർ കഷ്ണങ്ങൾ പേനയിൽ ഒട്ടിപ്പിടിക്കുന്നത് കണ്ട്. യെസ്, there is an electrical force. Why that electrical force comes? It's due to a property of matter called charge. That is our topic, electric charge. അപ്പൊ അതാണ് ഇലക്ട്രിക് ചാർജ് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അവതരണം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണെന്ത്? ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, നമ്മളെ മനസ്സിൽ ചാർജ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ എന്തൊരു സാധനമായിരുന്നു. ഇപ്പൊ അത് തിരുത്താം. മാറ്ററിന്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ആണെന്ത്? ചാർജ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പം ഇത്രയും നേരത്തെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിന്റെ പോയിന്റുകൾ ഒന്നൊന്നായിട്ട് നോക്കാം. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാന്ന് അറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്വാണ്ടിറ്റി വിച്ച് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഓൺലി എന്നൊക്കെ. അതിലൊന്നും വലിയ കാര്യമില്ല, അത് അങ്ങനെ പഠിച്ചു വെക്കാം. സ്കെയിലാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത്, ഇപ്പൊ എന്റെ ബോഡിയിൽ ഒരു ചാർജ് ഇവിടെ ഉണ്ട്, ഒരു കുളമ്പ്. ഒരു ചാർജ് ഇവിടെ ഉണ്ട്, ഒരു ചാർജ് ഇവിടെ ഉണ്ട്. എന്റെ ബോഡിയിൽ ആകെ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഒന്നും ഉപയോഗിക്കണ്ട അല്ലെ? വെക്റ്ററുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. അതിന്റെ ലോ നോക്കണം, അതിന്റെ ഡയറക്ഷൻ നോക്കണം. അങ്ങനത്തെ പണിയൊന്നും എടുക്കണ്ട. ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ബോഡിയിൽ 3 ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യാം. കേൾക്കുമ്പോൾ സിമ്പിൾ ആയ ഒരു പോയിന്റ് അല്ലേന്ന് തോന്നും.
ആണ്. പക്ഷെ ചില ക്വസ്റ്റ്യനുകൾ വരുമ്പം ഈ ഒരു ബോധം അങ്ങനെ മനസ്സിലിട്ടാൽ മതി. എന്താ ബോധം? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്താ ഓർമ്മ വരേണ്ടത്? നേരെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം ക്വാണ്ടിറ്റി സ്കെയിലാർ ആണ്. ആര്? നമ്മുടെ ചാർജ്. ഇനി യൂണിറ്റ് പറയാം. കൊളംബ് സി എന്ന് റെപ്രസെന്റ് ചെയ്യും അല്ലെ? കൊളംബാണ് യൂണിറ്റ്. CGS യൂണിറ്റ് ESU എന്ന് പറയും, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. 1 കുളംബ് ഈക്വൽ ടു 3 × 10⁹ ESU ആണ് അതിന്റെ കൺവേർഷൻ ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ നോക്ക്, ഈ 1 കൂളം പറഞ്ഞാൽ വളരെ വലിയ ചാർജാണ്. നമ്മൾ 1 കൂളം ചാർജ്, ചാർജിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അങ്ങനെ വിചാരിക്കരുത്. ചാർജിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് 1 കൂളംബ് അല്ല. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് 1 മീറ്റർ എന്ന് പറയില്ലേ, അതേപോലെ ചാർജിന്റെ ബേസിക് യൂണിറ്റ് 1 കൂളം എന്ന് പറഞ്ഞുകൂടാ. 1 കൂളം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചാർജാണ്. 1 കൂളോംബ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചാർജാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂടുതൽ വിശദീകരിച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും. ഞാനും തുടർന്നുള്ള സമയങ്ങൾ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 കൂളോംബ് ഒരു വലിയ ചാർജാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁹ ESU എന്ന് പഠിച്ചു വെക്കുക. ഇനി ചാർജിനെ കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യം, എന്റെ കയ്യിലൊരു ബോഡി ഉണ്ട്. ഈ ബോഡി ന്യൂട്രൽ ബോഡി ആണെന്ന് പറഞ്ഞു വിചാരിക്കുക. ന്യൂട്രൽ ബോഡി, അതിന്റെ അർത്ഥം ഈ ബോഡിക്ക് ചാർജ് ഇല്ല എന്നല്ല. ഈ ബോഡിക്ക് ചാർജ് ഇല്ല എന്നല്ല, ചാർജ് ഉണ്ട്. പക്ഷെ ചാർജ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റത് നെഗറ്റീവ് ചാർജ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ബോഡിയെ നമ്മൾ വിളിക്കുന്നത് ന്യൂട്രൽ ബോഡി. ഓക്കെ, ഇപ്പൊ ന്യൂട്രൽ ബോഡിയാന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കരുത്. ചാർജ് ഉണ്ട്. അവിടുത്തെ ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇനി നിങ്ങൾ നോക്ക്, ഒരു ബോഡിയെ എനിക്ക് പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ആക്കണം, മറ്റൊരു ബോഡിയെ എനിക്ക് നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ആക്കണം. പോസിറ്റീവ് ആക്കണം, മറ്റൊരു ബോഡിയെ നെഗറ്റീവ് ആക്കണം. നല്ല ശ്രദ്ധിക്കേ. പോസിറ്റീവ് ചാർജ് ആക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം. നെഗറ്റീവ് ചാർജ് ആക്കാൻ അവ കോമൺ സെൻസ് ഉള്ളവരൊക്കെ പറയുന്നുണ്ടാവും മനസ്സിൽ, ഇലക്ട്രോൺ ആഡ് ചെയ്യുക അല്ലെ? അപ്പൊ ഒരു ചോദ്യം ഉണ്ട്, ആറ്റത്തിനകത്ത് 2 ആൾക്കാരുള്ളത് ചാർജ് ഉള്ളത്, പ്രോട്ടോണും ഇലക്ട്രോണും. പ്രോട്ടോണിന് പോസിറ്റീവ്, ഇലക്ട്രോണിന് നെഗറ്റീവ്. എന്നാ പിന്നെ പോസിറ്റീവ് ചാർജ് ആക്കാൻ പ്രോട്ടോൺ ആഡ് ചെയ്താൽ പോരെ അല്ല? അങ്ങനെ ചോദിക്കും ചില ആൾക്കാർ. പോസിറ്റീവ് ചാർജ് ആക്കണം ഒരാളെ, പ്രോട്ടോൺ ആഡ് ചെയ്താൽ പോരെ? പറ്റൂല. പ്രോട്ടോൺ ആഡ് ചെയ്യാന്നുള്ളൊരു പരിപാടി എവിടെ ഇല്ല. നമ്മൾ ചാപ്റ്ററിൽ എവിടെയും അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. മെത്തേഡ് ഇല്ലാത്തതിന്റെ കാരണം കൂടി പറയാം. പ്രോട്ടോൺ ആഡ് ചെയ്താൽ ആ ആറ്റം തകരും. മനസ്സിലായില്ല? ആ ആറ്റത്തിന്റെ സ്ട്രക്ചർ പൊളിയും. ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ പ്രോട്ടോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ സ്ട്രക്ചർ പൊളിയും, ആ ആറ്റം ഇല്ലാതാവും. ആറ്റത്തെ പൊളിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താ? ആറ്റം പോസിറ്റീവ് ചാർജ് ആക്കണം, എന്നാ പിന്നെ ഇലക്ട്രോൺ കളഞ്ഞേക്ക്. നെഗറ്റീവ് ചാർജ് ആക്കണം, ഇലക്ട്രോൺ ആഡ് ചെയ്തേക്ക്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ചെറിയ ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇലക്ട്രോണിന് മാസ് ഉണ്ട്. ഇലക്ട്രോണിക് മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണ് മാസ്. വായിക്കാം, 9.1 × 10⁻31 കിലോഗ്രാം. ആ ഇലക്ട്രോണിക് മാസ് ഇവിടുന്ന് റിമൂവ് ചെയ്തില്ലേ അല്ലെ? ഇലക്ട്രോൺ റിമൂവ് ചെയ്തില്ലേ എങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, മാസ് കുറയും ആ ബോഡിയുടെ. വളരെ ചെറുതാണ്, പക്ഷെ ഇലക്ട്രോൺ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും ഇലക്ട്രോൺ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു ബോഡി പോസിറ്റീവ് ചാർജ്ഡ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മാസ് കുറവാണെന്നാണ്. ഇലക്ട്രോൺ ആഡ് ചെയ്തതല്ലേ നെഗറ്റീവ് ചാർജ്ഡ് ബോഡി, അപ്പൊ അതിന്റെ മീനിങ് എന്താ? മാസ് കൂടുതലാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണ്? അപ്പൊ മാസിന് ബന്ധമുണ്ട് ചാർജുമായിട്ട്. എന്താ ചാർജുമായിട്ടുള്ള ബന്ധം? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മാസ് കുറവാണ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മാസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം പഠിക്കാം. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും. ഇലക്ട്രോസ്കോപ്പ് ഇത് ചാർജിന്റെ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ്. ഒരു സ്ഥലത്ത് ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക, ചാർജിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയ ഒരു അപ്പാരറ്റസ് ആണ്, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ചാർജിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ, അല്ലെങ്കിൽ ചാർജിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന്. ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്നത് സ്കെയിലാണ്, മറക്കരുത്. എന്താ മറക്കരുത് എന്ന് പറഞ്ഞ പോയിന്റ്?
ഡയറക്റ്റ് ആഡ് ചെയ്യാം എന്ന് ഓർത്താൽ മതി. ഒരു പോയിന്റ് പറയാം, നമ്മൾ ഡയമെൻഷൻ പറഞ്ഞില്ല. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് കറന്റിന്റെ ഇക്വേഷൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. ചെറിയ ക്ലാസ് പഠിക്കുന്ന I = Q/T. അങ്ങനാണെങ്കിൽ Q എന്താ? IT അല്ലേ? ഇപ്പൊ ചാർജ് = IT. ഐയുടെ ഡയമെൻഷൻ A, ടിയുടെ ഡയമെൻഷൻ T, ടൈമിന്റെ ഡയമെൻഷൻ T. അപ്പൊ ഇതല്ലേ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ചാർജ് AT. ഇതൊക്കെ ഇനി നമ്മൾ പല പ്രാവശ്യം പലയിടത്തും ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കണ്ട. പല സ്ഥലങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ തലയിൽ കയറുന്ന പോയിന്റുകൾ, എപ്പോഴും ഉപയോഗിക്കുന്ന പോയിന്റുകളാണ് ഇതൊക്കെ. ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കെയർ ആയിട്ടൊന്നും ഇരിക്കേണ്ട. ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് മറക്കരുത്. ഡയറക്റ്റ് ആഡിങ് സ്കെയിലാർ. ഈ വാല്യൂ ഇലക്ട്രോണിന്റെ മാസ് പോസിറ്റീവ് ആകുമ്പം ഇലക്ട്രോൺ റിമൂവ് ആയതുകൊണ്ട് മാസ് കുറയുകയും നെഗറ്റീവ് ആകുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാസ് കൂടുകയും ചെയ്യുന്നു എന്ന് ഓർക്കുക. അത്രയല്ലേ ഉള്ളൂ. ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കണ്ടുപിടിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവിടെ കേട്ടില്ല, ഈ ജയ്ഹോ എന്ന് പറയുന്ന പാട്ടുള്ള ഒരു സിനിമയില്ലേ, കിട്ടുന്നില്ല, ആ സിനിമക്കകത്ത് ഞാൻ ആ പേര് ഇട്ടിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അയാൾ ഫിസിസിസ്റ്റ് ആണ് അല്ലെ, ഫിസിസിസ്റ്റ് ആണ്. അയാളാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തെയിൽസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിന്റെ സാന്നിധ്യമൊക്കെ ആദ്യം കണ്ടെത്തിയതെന്നൊക്കെ പറയാം. അപ്പൊ അത്തരം തിയററ്റിക്കൽ കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചാർജിനെ കുറിച്ച് ബേസിക് ആയി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും കേട്ടോ. കണ്ടക്ടർ, സെമി കണ്ടക്ടർ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. ഇൻസുലേറ്റർ, ഞാൻ ആദ്യം ഇൻസുലേറ്റർ എഴുതാണ്, അതിന് കാരണമുണ്ട് പറയാം. ഇൻസുലേറ്റർ. അവസാനം ഒരാളുണ്ട് സെമി കണ്ടക്ടർ. ഓക്കെ, എന്താ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് അല്ലെ. ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളുകളാണ്. കണ്ടക്ടറിന്റെ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അവര് കണ്ടക്ടിവിറ്റി കാണിക്കും. എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്? ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ചാർജ് അല്ലേ, ചാർജിന്റെ മൂവ്മെന്റ് ആണല്ലോ കറന്റ്. അപ്പൊ ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ ചാർജ് വേണ്ടേ? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എവിടെ ഉണ്ട്? കണ്ടക്ടേഴ്സിലുണ്ട്. കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് വല്ലാതെ ആകർഷിച്ചു പിടിച്ചിരിക്കില്ല. ഓക്കെ, അതായത് ന്യൂക്ലിയസുമായി വളരെ ബൗണ്ടഡ് അല്ലാത്ത ഒരുപാട് ഇലക്ട്രോൺസ് എവിടെ ഉണ്ട്? കണ്ടക്ടറുകളിലുണ്ട്. ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഇൻസുലേറ്ററിലോ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, നോ ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ടോ കണ്ടക്ടിവിറ്റി ഇല്ല, കണ്ടക്ടിവിറ്റി ലെസ്. ഓക്കെ, സെമി കണ്ടക്ടറിലോ ഫ്രീ ഇലക്ട്രോൺസ് കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് തവണ പല ക്ലാസ്സുകൾ നമ്മൾ കേട്ടതാണ്. എവിടെയാണ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതൽ, എവിടെയാണ് കണ്ടക്ടിവിറ്റി കുറവ്, ആരാണ് ഇന്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി, ഇതൊക്കെ നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഇൻസുലേറ്റർ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേര് ഡൈ ഇലക്ട്രിക്. ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കും, വി ഇൻട്രൊഡ്യൂസ് എ ഡൈ ഇലക്ട്രിക്. അതെന്താണ് അപ്പൊ സാധനം എന്ന് വിചാരിക്കരുത്. അതെന്താണ്? ഇൻസുലേറ്റർ ആണ്. അത് മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞതിൽ ഇത്രയും കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ വളരെ ഫെമിലിയർ ആണ്. പക്ഷെ ഇനി പറയാൻ പോകുന്ന കണ്ടക്ടറിന്റെ പോയിന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അത് നല്ലവണ്ണം തലയിലിടണം. എന്താണെന്നറിയാം, എന്റെ കയ്യിൽ കണ്ടക്ടർ ഉണ്ടതാ. ഈ കണ്ടക്ടറിലേക്ക് ഞാൻ ചാർജ് കൊടുക്കാണ്. ചാർജ് എങ്ങനെ കൊടുക്കാന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നൊക്കെ പഠിക്കാനുണ്ട്. ഏതായാലും ചാർജ് കൊടുക്കാണ്. അവിടെ എന്താ സംഭവിക്കാന്നറിയോ? കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുത്താൽ ആ ചാർജ് ഇങ്ങനെ പരക്കാൻ തുടങ്ങും. കാരണം കണ്ടക്ടറിൽ ചാർജിനെ കൊണ്ടുപോകാൻ ആളുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉണ്ട്, ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അപ്പൊ പോയിന്റ് ഇത്രയാണ്, ചാർജ് കൊടുക്കുന്നു, ആ ചാർജ് ഇങ്ങനെ പരക്കും. കണ്ടക്ടറിൽ എവിടെയെങ്കിലും ഒരു ചാർജ് വെച്ചാൽ ആ ചാർജ് അവിടെ തന്നെ നിൽക്കൂല, ആ ചാർജ് ഇങ്ങനെ പരന്ന് റിസൈഡ്സ്
ഓൺ സർഫസ്. ഇതാണ് പോയിന്റ്, മറക്കരുതേ. കണ്ടക്ടറിൽ ചാർജ് വെച്ചാൽ ചാർജ് ഇങ്ങനെ പരന്ന് എവിടം വരെ പരക്കും അറിയോ? സർഫസ് വരെ പരക്കും. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ എന്നല്ല, ഒരു മോഡൽ കാണിക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. ഇയാൾ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ധാരാളം പോസിറ്റീവ് ചാർജുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. കുറച്ചായി നോക്കുമ്പോൾ ഇവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ എവിടെ ഉണ്ടാവുക? ദതി കൂടെ ഉണ്ടാവും. ഓക്കെ, കണ്ടക്ടറിൽ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പരക്കും. ഇനി വെച്ചത് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. റിസൈഡ്സ് ഓൺ സർഫസ്. ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ പോയാ നിൽക്കുക? സർഫസിൽ പോയാണ് നിൽക്കുക. അടുത്തത്, ഇൻസുലേറ്ററിൽ നമ്മളൊരു ചാർജ് വെച്ചു എന്ന് വിചാരിക്കാം. ഇതൊക്കെ കൂടി ചേർന്നാണ് നമ്മൾ പ്രോബ്ലത്തിലേക്കൊക്കെ വരിക. അതുകൊണ്ട് നല്ല തല വേണം. ഇൻസുലേറ്ററിൽ നമ്മളൊരു ചാർജ് വെച്ചു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഇവിടെ നെഗറ്റീവ് ചാർജ് വെച്ചു വിചാരിക്കുക. അനങ്ങൂല, അവിടെ തന്നെ നിൽക്കും. കാരണം അതിന് കണ്ടക്ടിവിറ്റി ഇല്ലല്ലോ, ചാർജ് ക്യാരി ചെയ്യൂലല്ലോ. അപ്പം അവിടെ എവിടെയാണോ വെച്ചത് അവിടെ നിൽക്കും. ഡൈഇലക്ട്രിക്കിൽ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻസുലേറ്ററിൽ ആരെ ചാർജിനെ വെച്ചാൽ അത് അവിടെ തന്നെ നിൽക്കും. ഇയാളെ കുറിച്ച് നമ്മൾ ഇനി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. സെമി കണ്ടക്ടർ നമ്മൾ വിട്ടു. കാരണം +2 അവസാനത്തെ ചാപ്റ്ററിന്റെ തൊട്ട് മുൻപത്തെ ചാപ്റ്റർ, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണെന്ന് അറിയോ? സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. അതിൽ വിശദമായി പഠിക്കും. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞു കൊളാക്കണ്ട. 2 കാര്യങ്ങൾ, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അത് പറഞ്ഞ 3 പോയിന്റുകൾ. ആദ്യത്തെ 2 പോയിന്റുകൾ എല്ലാവർക്കും ഫെമിലിയറാ. മൂന്നാമത്തെ പോയിന്റ്, ചാർജ് വെച്ചാൽ എന്ത് സംഭവിക്കും? കണ്ടക്ടറിൽ എന്ത് സംഭവിക്കും? സർഫസിലേക്ക് പരക്കും. ഇൻസുലേറ്ററിൽ ഓർ ഡൈഇലക്ട്രിക്കിൽ എന്ത് സംഭവിക്കും? അവിടെ തന്നെ നിൽക്കും. ഇത് മാത്രം ഓർത്തു വെക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് പഠിക്കണം. അതാണ് എർത്തിങ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് എന്താണ് എർത്തിങ്. ഇവിടെ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാം. പ്രോബ്ലംസിലൊക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പൊ എന്റെ കയ്യില് 2 ഡിഫറെന്റ് ചാർജുള്ള ബോഡികളുണ്ട്. ഒന്ന് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്, മറ്റൊന്ന് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഓക്കെ, എന്താ എർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ? എർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. എർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ബാങ്ക് എന്നാണ്. എന്താ ബാങ്ക് പറഞ്ഞാ? പൈസ എടുക്കാം അല്ലെ? പൈസ ഇട്ടാൽ എടുക്കാൻ പറ്റും. പക്ഷെ ഈ ബാങ്കിന്റെ പ്രത്യേകത ഉണ്ട്, ഇലക്ട്രോൺ ഇട്ടാലിട്ടില്ലെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ ഇലക്ട്രോൺ ബാങ്ക് ആണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിലേക്ക് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക, അവിടുന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യാം. അതാണ് ഇലക്ട്രോൺ ബാങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇത് നെഗറ്റീവ് ചാർജഡ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. എർത്ത് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോണുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങും, എർത്തിലേക്ക് ഇറങ്ങും. അതായത് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. എന്നാൽ ഈ പോസിറ്റീവ് ചാർജുള്ള ബോഡി എർത്ത് ചെയ്താൽ ഇവിടെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കുറവാ, നെഗറ്റീവ് ചാർജ് അതായത് ഇലക്ട്രോൺസ് കുറവാ. അപ്പൊ എർത്തിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് കയറി വരും. അതാണ് ബാങ്ക് പറഞ്ഞത്. അങ്ങോട്ട് കൊടുത്തു, ഇവിടെ കുറവാന്ന് കണ്ടപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ എർത്തിങ് നമ്മൾ എപ്പോഴും ഇത് മാത്രമേ സാധാരണ പറയാം. പക്ഷെ 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എർത്ത് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണെന്ന് ഓർത്തു വെക്കുക. ഇലക്ട്രോൺ ബാങ്കിന്റെ പ്രത്യേകത എന്താ? നെഗറ്റീവ് ചാർജ് ബോഡിയെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട്, പോസിറ്റീവ് ചാർജഡ് ബോഡി എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ തിരിച്ച് ബോഡിയിലേക്ക്. അപ്പൊ അങ്ങനെ ഇത് ന്യൂട്രൽ ബോഡിയായി മാറും, ഇതും ന്യൂട്രൽ ബോഡിയായിട്ട് മാറും. അപ്പൊ എർത്തിങ് ചെയ്യുന്നത് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ട് ന്യൂട്രൽ ബോഡിയാക്കി മാറ്റാനാണ് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ എർത്തിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൂടി ഈ ഒരു ചാർജ് എന്ന് പറഞ്ഞ പാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് വെക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ ഈ ചാർജ് വെക്കുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എങ്ങനെയാണ്, ചാർജ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഒരു ബോഡിയെ ചാർജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു പ്രത്യേക ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കല്ല, എല്ലാ ചാപ്റ്ററുകളിലും ആവശ്യം വരുന്ന കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് +2 ഫിസിക്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രിക് ചാർജ്. ഓക്കെ.